ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പഠിക്കുന്നുണ്ടോ? എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കുത്തിയിരുന്ന് വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആവശ്യം വരുമ്പോൾ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പല കൂട്ടുകാരുടെയും അവസ്ഥയാണിത്. പഠിച്ചത് ഓർമ്മിച്ചിരിക്കണമെങ്കിൽ ഒരു എളുപ്പ വിദ്യയുണ്ട്. പഠിക്കുന്നതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക. ഒരു വലിയ പാഠപുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ തലേന്ന് വീണ്ടും അത് വായിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നാം വായനയ്ക്കിടയിൽ തയ്യാറാക്കിയ ചെറിയ ചെറിയ നോട്ടുകൾ തന്നെ ശരണം. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പഠനത്തിനിടെ ചിട്ടയായ നോട്ട് എഴുതുന്നവർക്ക് പഠനം അനായാസകരമായ അനുഭവമാകും. മികച്ച നോട്ടുകൾ തയ്യാറാക്കാൻ ചില പൊടിക്കൈകളുണ്ട്. കൂട്ടുകാർക്ക് അറിയണോ അതെന്തെല്ലാമാണെന്ന്? ഓക്കെ, നമുക്കിനി പൊടിക്കൈകളിലേക്ക് പോകാം. ഒന്നാമത്തെ പൊടിക്കൈ, ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരുന്ന് ലെക്ചർ നോട്ടുകൾ പകർത്തി എഴുതുക എന്നതാണ് ആദ്യ പടി. ആശയങ്ങൾ അധ്യാപകർ പഠിപ്പിച്ച് പോകുന്നതിനൊപ്പം തന്നെ അവയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ വേഗത്തിൽ കുറിച്ചെടുക്കണം. ഒന്നാമത്തെ പോയിന്റ് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരുന്ന് അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ നോട്ടുകളായിട്ട് എഴുതി പോകുന്നതാണ് ആദ്യ പടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പോയിന്റ്, ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ലെക്ചർ നോട്ടുകൾ വെച്ചുകൊണ്ട് വീട്ടിലെത്തി പുസ്തകം വായിച്ച് പഠിക്കാനിരിക്കുമ്പോഴാണ് സ്റ്റഡി നോട്ടുകൾ നമുക്ക് തയ്യാറാക്കേണ്ടത്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പുസ്തകത്തിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പഠന സ്രോതസ്സുകൾ നോക്കി വേണം സ്റ്റഡി നോട്ടുകൾ കൂട്ടുകാർ തയ്യാറാക്കാൻ. സംശയം തോന്നുന്ന പാഠഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സ്റ്റഡി മെറ്റീരിയൽസ് വീണ്ടും നോക്കാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സുകളിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ റെക്കോർഡഡ് വീഡിയോ നോക്കി സംശയ നിവാരണം നടത്താവുന്നതാണ്. മൂന്നാമതായി, സ്റ്റഡി നോട്ടുകൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് നോക്കാം. പഠിക്കുന്ന വിഷയത്തെ പ്രധാന തലക്കെട്ടുകളും അവയ്ക്ക് താഴെയുള്ള ഉപതലക്കെട്ടുമായി തിരിക്കുന്നതാണ് ഒരു നോട്ടെഴുത്ത് രീതി. തലക്കെട്ടുകൾക്ക് താഴെ ബുള്ളറ്റ് പോയിന്റുകളായി പ്രധാന കാര്യങ്ങൾ കുറിക്കുക. അതായത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ഇത് പരീക്ഷയ്ക്ക് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള പോയിന്റുകൾ ബുള്ളറ്റ് നോട്ട് പോയിന്റുകളായി നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പ്രധാനപ്പെട്ട സംഗതികളും ആശയങ്ങളും മാത്രം നോട്ട് ചെയ്യുക. പുസ്തകത്തിലുള്ളത് അതേപോലെ പകർത്തി വെച്ചാൽ നോട്ടെഴുത്തുകൊണ്ട് ഗുണമില്ലാതെ പോകും. നാലാമത്തേത്, പ്രധാന ആശയം പേജിൻ്റെ മധ്യത്തിൽ എഴുതി അതിൻ്റെ ഉപ ആശയങ്ങൾ ലൈനുകളിട്ട് പേജിൻ്റെ പല കോണുകളിലേക്ക് ഫ്ലോട്ട് ചാർട്ട് പോലെ എഴുതി വെക്കുന്നതാണ് മറ്റൊരു രീതി. ഇതിനൊരു ദൃശ്യപരത ഉള്ളത് കൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ഓർമ്മിച്ചെടുക്കാൻ ഇത് സഹായകമാകും. പക്ഷേ എല്ലാ വിവരങ്ങളും ഇതേ രീതിയിൽ കുത്തി നിറയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഒരാശയത്തെ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാന വാക്കുകൾ കണ്ടുപിടിച്ച് ഉൾക്കൊള്ളുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 5, പുസ്തകത്തിൽ എഴുതുന്നതിലും നല്ലത് ഷീറ്റ് പേപ്പറുകളിൽ എഴുതി ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നതായിരിക്കും. ലെക്ചർ നോട്ടുകൾ നോട്ട്ബുക്കിലും സ്റ്റഡി നോട്ടുകൾ പേപ്പർ ഷീറ്റിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അത് എഴുതി ഉൾപ്പെടുത്താൻ ഇത് സഹായകമാകും. 6, നോട്ട് എഴുതുമ്പോൾ കളർ പെൻസിലുകളും മാർക്കറുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പരസ്പരം മാറിപ്പോകാവുന്ന കാര്യങ്ങൾ വ്യത്യസ്ത നിറങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച് ഓർമ്മിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. വ്യത്യസ്ത ഫോണ്ടുകൾ, ബോക്സിനുള്ളിൽ കുറിച്ചു വയ്ക്കുന്ന വിവരങ്ങൾ, അണ്ടർലൈനുകൾ എന്നിങ്ങനെ നോട്ടുകൾക്ക് ദൃശ്യപരമായ വൈദഗ്ധ്യം നൽകാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രമീകരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും പരീക്ഷകളിൽ അനായാസം വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായോ? ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.